السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക്. ഈ സൂറത്തിനെ സംബന്ധിച്ച് അതിൻ്റെ അവതരണം മക്കയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് എന്നത് ഇജ്മാ ആയി ഉദ്ധരിച്ചിട്ടുണ്ട് മുഫസ്സിറുകൾ. ഈ സൂറത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. വാരിദായി സഹീഹായി വന്ന റിപ്പോർട്ടുകൾ തന്നെ ധാരാളം കാണാൻ സാധിക്കും. ഈ സൂറത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഏറെക്കുറെ ഹിഫ്ളുള്ള ഒരു സൂറത്ത് കൂടിയാണ്. ഇത് ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്കാറുകളിലായി അല്ലെങ്കിൽ അദ്കാറിന്റെ ഇനത്തിലായി ഈ സൂറത്തിനെ സംബന്ധിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ സൂറത്തു സജ്ദ പോലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതാറുണ്ടായിരുന്നു എന്നതാണ്. സ്വഹീഹുൽ ജാമിഅയിൽ 3643-ാമത്തെ നമ്പറായി അല്ലാമ അൽബാനി റഹ്മഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഫളല് പഠിപ്പിക്കുന്നിടത്തൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തു തബാറക സൂറത്ത് അഥവാ സൂറത്തുൽ മുൽക്ക് ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. അത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്താണ് സൂറത്തു തബാറക. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും അതേപോലത്തെ ഒരു അസർ കാണാൻ പറ്റും. ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് സൂറത്തുൽ മുൽക്ക്. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല യുഅത الرجل في قبره فتؤتي رجلاه فتقول رجلاه ليس لكم على ما قبلي سبيل كان يقوم يقرأ بي سورة الملك ثم يؤتى من قبل صدره أو قال بطنه فيقول ليس لكم على ما قبلي سبيل كان يقرأ بي سورة الملك. ഇതിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. 2-3 ഖുത്ബയുടെ മുമ്പ് നമ്മൾ മിമ്പർമെന്ന് സമാനമായി ഒന്ന് വായിച്ചിരുന്നു. ثم يؤتى رأسه فيقول ليس لكم على ما قبلي سبيل كان يقرأ بي سورة الملك قال فهي المانعة تمنع من عذاب القبر وهي في التوراة سورة الملك ومن قرأها في ليلة فقد أكثر وأطنب. ഒരു വ്യക്തിയെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ അടക്കപ്പെട്ട വ്യക്തിയുടെ കാലിന്റെ ഭാഗത്തുകൂടി ശിക്ഷ വരും. അപ്പോൾ ശിക്ഷ പറയപ്പെടുമെന്നാണ് ഈ വ്യക്തി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണെന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ശിക്ഷ വയറിന്റെ ഭാഗത്തുകൂടിയും തലയുടെ ഭാഗത്തുകൂടിയൊക്കെ ശിക്ഷ വരും. അപ്പോഴും പറയപ്പെടും ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല, കാരണം ഈ വ്യക്തി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ്.
എന്നിട്ട് ഈ സൂറത്തിനെ കുറിച്ച് പറയണം, ഇത് അൽ മാനിഅ എന്നറിയപ്പെടുന്ന ഒന്നാണ്. എന്താണത്? ഖബറിലെ ശിക്ഷയെ അത് തടയും. തടയാന്ന് പറയില്ലേ, അതാണ് മാനിഅ. അത് ഖബറിലെ ശിക്ഷയെ തടയും. തൗറാത്തിൽ മൂസാ നബി കലീമുല്ലാഹി റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തിൽ സൂറത്തുൽ മുൽക്ക് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു എന്നാണ്. സുബ്ഹാനക അദീം. ഇത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ ഏറെ പുണ്യങ്ങൾ നേടിയിരിക്കുന്നു എന്നാണ് സ്വഹീഹ് തർഗീബിൽ 1475 നമ്പർ എഴുതിയിരിക്കപ്പെട്ടതാണ്. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ സൂറത്തിന്റെ ഫളലും ഷറഫും വിശാലമാണ് എന്നർത്ഥം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും പഠിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നാടുകളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും മരിച്ചാൽ ആ മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി മറമാടുന്ന സമയത്ത് ചില ആളുകൾ കാണാം, നമുക്ക് മുമ്പ് യാസീൻ പരിചയമുണ്ട്, ആളുകൾ ഓതുന്നത്. അതുപോലെ മയ്യത്ത് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഒളിർത്ത് കയറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കിടക്കിടക്ക്. അതിൻ്റെ ഇടക്കാണ് കുൽഹുവല്ലാഹു ഇങ്ങനെ ഇതൊക്കെയോ. അപ്പൊ എന്താ വെച്ചാല് ചില വീക്ഷണങ്ങളാണ് അതൊക്കെ. കാരണം ഈ ഖുർആൻ ഓതി ഈ മയ്യത്തിലേക്ക് അല്ലെങ്കിൽ മയ്യത്തിന്റെ ഖബറിലേക്ക് അതിനെ ഹദിയ ചെയ്യാം, തവാബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷാഫി മദബ് അനുസരിച്ച് കിട്ടൂല എന്നാണ്. അതേ ഷാഫി മദബിന്റെ അഹ്ലുകാർ തന്നെയാണ് ഈ ചെയ്യുന്നതും, അങ്ങനെ പറയുന്ന ആളുകൾ. അല്ലാഹുൽ മുസ്തആൻ. ആ കൂട്ടത്തിൽ കാണാം, ഞാനിത് ആദ്യം കണ്ടത് ഒരു 10-12 കൊല്ലം മുമ്പാണ് ആദ്യം കണ്ടത്. ഖബറിന്റെ അടുത്ത് എന്നിട്ട് സൂറത്തുൽ മുൽക്ക് ഓതുന്നത്. പിന്നെ കുറെ കാലം ഞാൻ കണ്ടില്ല. ഇപ്പോൾ അത് ചില ആളുകൾ സജീവാക്കിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഓതാനുണ്ടാകുന്നൊരു കാരണം ഇതായിരിക്കാം, പക്ഷെ ഓതുന്നത് എന്തല്ല ശരിയല്ല. കാരണം ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ ഖുർആൻ ഓതാൻ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്. എന്നാൽ ഇങ്ങനെ സുന്നത്ത് നമുക്കുണ്ടെന്ത്, ഈ സൂറത്ത് ഓതുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ തന്നെ അതേപോലെ സമാനമായി കാണാം. മൻ ഖറഅ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് കുല്ല ലൈല. ആരെങ്കിലും എല്ലാ രാത്രിയിലും ഈ സൂറത്ത് പാരായണം ചെയ്താൽ മനഅഹുല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ. എന്താണ്? ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവർക്ക് രക്ഷ നൽകുന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണ്ട്, എല്ലാ രാത്രി ഇങ്ങനെ ഓതാണ്ടോ? ഉണ്ട്. നിങ്ങൾ അദ്കാറുൽ മസാ പരിശോധിച്ചോക്കെ. അതിനകത്ത് അദ്കാറുൽ മസാ അല്ല, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന അദ്കാറുകൾ, അദ്കാറു നൗം. ആ വഖ്തു നൗം, ഉറക്കത്തിന്റെ സമയത്ത് ചൊല്ലുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? നമ്മൾ കഴിഞ്ഞ് പഠിച്ച സൂറത്തു സജ്ദയും പിന്നെന്തുണ്ട്? സൂറത്തു അൽ മുൽക്കുണ്ട്. ഇത് ശരിക്ക് 2 സൂറത്തും ഹിഫ്ലാക്കാൻ എളുപ്പം. അങ്ങനെയാണെങ്കിൽ ദിവസം ഈ 2 സൂറത്ത് ഓതിയ 1 മാസം നമ്മൾ ഓതിപ്പോയാൽ ഏകദേശം ഈ സൂറത്ത് നമുക്ക് എന്താവും? ഹിഫ്ലാവും. അങ്ങനെ കൊല്ലങ്ങൾ ഓതിയാലോ ഈ സൂറത്ത് മൊത്തം ഹിഫ്ലാവും. അത് പിന്നെ മറക്കണ അവന്റെ തൗഫീഖ് കൊണ്ട് മറപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ ഈ സൂറത്തിന് അൽ മാനിഅ എന്നാണ് പേര് നൽകിയിരുന്നത്. കാരണം ഇത് അള്ളാന്റെ ഗ്രന്ഥത്തിലെ ഒരു സൂറത്താണ്. ഇത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ ഏറെ പുണ്യങ്ങൾ നേടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. ഇമാം അൽബാനി തന്നെ സ്വഹീഹ് തർഗീബിൽ തന്നെ ഉദ്ധരിക്കാം. ഇനി മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഇത് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 3135 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് ഹുക്മ നൽകി വിശേഷിപ്പിച്ച ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അതേതാ സൂറത്ത്? സജ്ദ. ബറകല്ലാഹു ഫീക്. വ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്. ഹദീസ് തന്നെ വരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു സജ്ദയും സൂറത്തുൽ മുൽക്കും ഓതാതെ പാരായണം ചെയ്യാതെ നബി ഉറങ്ങാറുണ്ടായിരുന്നില്ല. നബിയുടെ ഫിഅലിയായ സുന്നത്താണത്. ഒപ്പം ഖൗലിയായ സുന്നത്താണ്. നബി വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അമലാക്കിയിട്ടുണ്ട്. ഖൗലും അമലും ഉണ്ട്. സുന്നത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഖൗലൻ ഔ അമലൻ അല്ലെ, എങ്ങനെ ഉണ്ടാവുക? രണ്ടിലൊന്നും എന്തായാലും ഉണ്ടാവും.
ആ കൂട്ടത്തിൽ അമലിയായ സുന്നത്തുമാണ്, ഖൗലിയായ സുന്നത്താണ്. അത് അഫ്ളൽ എന്നർത്ഥം. ചില സുന്നത്തുകൾ ഖൗലിയായതായിരിക്കും, ചിലത് അമലിയായതായിരിക്കും. ചിലയിടത്ത് നബി പ്രവർത്തിച്ചിട്ടുണ്ടാകും, പക്ഷെ നബി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഉസൂൽ ഹദീത്തിൽ കാണാം, നബിയുടെ വാക്കും നബിയുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്നാൽ അവിടെ എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? നബിയുടെ വാക്കിനാണ്, ഖൗലിനാണ് അമലിനേക്കാൾ മുൻഗണന നൽകേണ്ടതെന്നാണ്. അത് വേറെ ചർച്ചയാണ്. നമുക്ക് അള്ളാഹു തൗഫീഖ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് താക്കത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ മുസ്തലഹ് ഹദീസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. മറ്റ് സന്ദർഭങ്ങളിലും ഇതൊന്നും അല്ലാത്ത സന്ദർഭങ്ങളിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് എഴുതുന്നില്ല, ഏത് നമുക്ക് പറ്റണ സമയത്തൊക്കെ ഖുർആൻ ഓതാം. അൻ അബി ഹുറൈറത്ത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഇനി ഈ ഹദീസ് നമ്മളെല്ലാവരും കേൾക്കുന്ന ഹദീസാണ്. എന്താ? ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയ, 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അത് അതിന്റെ വക്താവിന് പൊറുക്കപ്പെടുന്നത് വരെ ശഫാഅത്ത് ചെയ്തു. അതത്രേ തബാറക സൂറത്ത് അഥവാ സൂറത്തുൽ മുൽക്ക്. തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 2891 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. ഞാൻ ഇത്രയും വായിച്ചതൊക്കെ ഇതിന്റെ ഫളലുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി സഹീഹുൽ ജാമിയിൽ 2092 നമ്പറായി ഇമാം അൽബാനി രേഖപ്പെടുത്തിയൊരു ഹദീസ് സ്വീകാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്നാണ്. ഇതേ ആശയത്തിൽ തന്നെ നബി പറയാണ്, ഇന്ന സൂറത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല മാ ഹിയ ഇല്ലാ 30 ആയ ശഫഅത്തിൽ റജുലിൻ ഫഅഖ്റജതുഹു മിനൻ നാരി വഅദ്ഖലതുഹു അൽ ജന്ന തബാറകല്ലദീ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നേരത്തെ പറഞ്ഞ സൂറത്ത് ഹദീസിൽ നിന്ന് ഒന്നും കൂടി വിശാലത ഉള്ളതിന് അത് ഖാസാണ്, അത് കുറച്ചുകൂടി ആമായിട്ട് വരാൻ. 30 ആയത്തുകൾ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് അതിന്റെ വക്താവിന് അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ ശുപാർശ ചെയ്യുന്ന. അപ്പൊ നമ്മൾ പഠിക്കാൻ പോണ സൂറത്ത് എത്രത്തോളം പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഒന്നും കൂടി സഹീഹുൽ ജാമിയിൽ 3644 നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസിൽ കാണാം. എന്ത്? 30 ആയത്തുകൾ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. സെയിം ഒരേ ശൈലി. ആ സൂറത്ത് അഥവാ സൂറത്ത് മുൽക്ക് അതിന്റെ വക്താവിന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കുന്ന, എത്രത്തോളം ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് വരെ അതത്രേ തബാറക സൂറത്ത്. അല്ലാഹു തആല ഈ സൂറത്തിനെ അല്ല എല്ലാ സൂറത്തുകളെയും മൊത്തത്തിൽ ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഖുർആൻ എടുക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور.
الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. وأعتدنا لهم عذاب السعير. ما شاء الله بارك الله فيكم جميعا. تبارك الذي بيده الملك وهو على كل شيء قدير. تبارك അനുഗ്രഹ മുടയവനായ, അല്ലതി അല്ലെങ്കിൽ അനുഗ്രഹമുടയവനായി, അല്ലതി എങ്ങനത്തവൻ, ബിയദിഹി അവന്റെ കയ്യിൽ, അൽ മുൽക്ക് രാജാധിപത്യം. ഒറ്റ വാക്ക് പറഞ്ഞാൽ രാജാധിപത്യം, മുൽക്ക് ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹമുടയവനാണ്. വഹുവ അവൻ, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, ഖദീർ കഴിവുള്ളവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ തബാറക എന്ന പദം നമ്മൾ സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പഠിക്കുമ്പോൾ ഈ പദ പരിചയത്തിനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറായി ഒരായത്തിന് സമാനമായി മുത്തശാബിഹുകളും മസാനി, ഖുർആൻ അങ്ങനെയാണ്. മസാനി എന്താണ്? തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന, സൂറത്തു സുമറിലെ ആയത്ത് കാണാം. ഒന്ന് മസാനിയാണ്, രണ്ടാമത്തത് മുത്തശാബിഹാണ്, മറ്റൊന്ന് മസാനിയാണ്. ഖുർആൻ അങ്ങനെയാണ്, പരസ്പര സാദൃശ്യമുള്ളതും ആവർത്തിച്ചു വരുന്നതുമാണ്. ഈ സാദൃശ്യ വചനങ്ങൾ ധാരാളം ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിഫ്ളാക്കാനും ഓർത്തെടുക്കാനും ഒക്കെ എളുപ്പമാണ്. സദൃശ്യ വചനങ്ങളിൽ ഒന്ന് ഞാൻ ആദ്യം പറയാം. സൂറത്തു ഫുർഖാന്റെ തുടക്കത്തിലെ വരി, 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ആയത്ത്. അവിടെ എന്താ? തബാറക്കല്ലദീ, ഇവിടെ തബാറക്കല്ലദീ സെയിം. അവിടുത്തെ വ്യത്യാസം എന്താ വെച്ചാൽ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തന്റെ അടിമയുടെ മേൽ ഖുർആനിനെ, ഫുർഖാനിനെ അഥവാ പ്രമാണം ഖുർആൻ അവതരിപ്പിച്ചവൻ തബാറക്കല്ലദീന, അവൻ അനുഗ്രഹപൂർണനാകുന്നു. അദ്ദേഹം നബി ലോകർക്കൊരു താക്കീതുകാരനായിരിക്കുന്നതിന് വേണ്ടി എത്രയതെന്നാണ്. അപ്പൊ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവനായ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? തബാറക്കല്ലദീന. ഇവിടെ ആധിപത്യം ഏതൊരുത്തന്റെ കയ്യിലാണോ അതാരാ? അള്ളാഹുവാണ്. അവനെ കുറിച്ച് അവൻ തന്നെ പറയുമ്പോൾ എന്താ പറഞ്ഞത്? തബാറക്കല്ലദീന. ഈ ലോകത്തിന്റെ, അത് ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ കാണാം. അത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും, രണ്ട് ലോകങ്ങളുടെയും അതിന്റെ മുൽക്ക് ആരുടെ കയ്യിലാണ്? അവൻ അനുഗ്രഹപൂർണനാണെന്ന്. ഞാൻ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത്
അല്ലെങ്കിൽ ഈ സൂറത്ത് മൊത്തത്തിൽ വിചാരിക്കണം അങ്ങനെയാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിനെയാണ് അവലംബിക്കുന്നത്. കാരണം മുഖ്തസറും മുയസ്സറും കഴിഞ്ഞാൽ പിന്നെ ഒരു താലിബുൽ ഇൽമ് പഠിക്കണാണ് എന്ത് സഅദി. അതിന്റെ മേലെയാണ് പിന്നെ ബഗവിയും ഇബ്നു കസീറും ഒക്കെ. പ്രത്യേകിച്ചും കുറച്ചും കൂടി വിശാലമായ ചർച്ചയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളിടത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്നും കൊണ്ടുവരാൻ ഇൻഷാ അല്ലാഹ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. മുൽക്ക് ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹമുടയവനാണ് എന്ന് പറഞ്ഞാൽ ഐ തആലമ വ തആല എന്നാണ് ഇമാം സഅദി പറഞ്ഞത്. തആലമ വ തആല, അള്ളാഹു അവൻ ബഹുമതിയിലായിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ മഹത്വത്തിലായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു. തആലമ എന്ന് പറഞ്ഞാൽ ശരിക്കും സമുന്നതമായി എന്നാണ്. അളമത്ത്, അള്ളാഹുവിന്റെ അളമത്തിനെ സൂചിപ്പിക്കുന്ന വരികളാണ് ഇതിന്റെ തുടക്കത്തിൽ. അളമത്ത്, ഖുവ്വത്ത്, ഖുദ്റത്ത്, ഓരോന്നും പഠിക്കേണ്ടത് നമ്മൾ. ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് അളമത്തിനെ കുറിച്ചാണ്. എന്നിട്ട് അള്ളാഹു തആലയുടെ ഈ ആയത്തിനെ വിവരിക്കുന്ന ഇമാം സഅദി പറയാണ് വകസുറ ഖൈറുഹു വഅമ്മ ഇഹ്സാനുഹു, അവന്റെ നന്മകളും ഗുണങ്ങളും വ്യാപകമാവുകയും അധികരിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം അനുഗ്രഹമുடைய തബാറക്കാണല്ലോ. മിൻ അളമതിഹി, എന്നിട്ട് പറയാണ് അവന്റെ അളമത്തിൽപ്പെട്ടതാണ് എന്ത്? അംബിയദിഹി മുൽക്കുൽ ആലമുൽ ഉൽവിയ്യി വസ്സുഫുലിയ്യി, അവന്റെ കയ്യിലാണ് വാനലോകത്തിന്റെ അധികാരവും വസ്സുഫുലിയ്യി, ദുനിയാവിന്റെ കീഴ്ലോകത്തിന്റെ അധികാരവും. അതായത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണെന്ന്. ഇരു ലോകത്തിന്റെ അധികാരം അവന്റെ കയ്യിലാണ്. ഇത് ഇമാം സഅദി പറയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഇടയിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ചില ആയത്തുകൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ മറ്റ് ചില തഫ്സീറും കൂടി അവലംബിക്കുന്നുണ്ട്. ഇവിടെ മിൻ അളമതിഹി, അവന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, അവന്റെ ബഹുമതിയിൽ ഉന്നതമായ അവസ്ഥയിൽപ്പെട്ടതാണ് എന്ത്? അംബിയദിഹി മുൽക്കുൽ ആലമുൽ ഉൽവിയ്യി വസ്സുഫുലിയ്യി, അവന്റെ കയ്യിലാണ് ആകാശലോകത്തിന്റെ അധികാരവും ഭൂമി ലോകത്തിന്റെ അല്ലെങ്കിൽ ദുനിയാവിന്റെ അധികാരവും അവന്റെ കയ്യിൽ. അത് രണ്ട് ലോകത്തിന്റെയും രാജാധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇത് മനസ്സിലാക്കാൻ രണ്ടായത്തുകൾ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാൻ, അതിന്റെ 26-ാമത്തെ ആയത്ത്. രണ്ടാമത്തത് 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ അല്ലെങ്കിൽ സൂറത്ത് ഗാഫിർ, അതിന്റെ 16-ാമത്തെ ആയത്ത്. ഇത് രണ്ടും പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറയാൻ പോണത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. എന്താ? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ وتذل من تشاء بيدك الخير إنك على كل شيء قدير. അവിടെ ആദ്യം തന്നെ പറഞ്ഞതാ, പറയുക നബി, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്. എന്താ തുടക്കം തന്നെ അങ്ങനെയാണ്. അധിപതിയായവനെ, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ. പിന്നെ പറയണെന്നറിയോ? ഇവിടെ നരേന്ദ്രമോദി ഭരിച്ചാലും ആര് ഭരിച്ചാലും നമുക്ക് ബേജാറൊന്നുമില്ല. എന്താണെന്നറിയോ? അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർ നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അത് കിട്ടുള്ളൂ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അവൻ അത് മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫറോവയെ മാറ്റിയിട്ട് പിന്നീട് ബനൂ ഇസ്രായേലികൾക്ക് അള്ളാഹു ആധിപത്യം നൽകിയത്. ചരിത്രത്തൊക്കെ പോയാൽ അത് ഇനി ആവർത്തിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെയോ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യും. ഇന്ന് ഫലസ്തീനികൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, സിറിയയിൽ അടിച്ചമർത്തപ്പെട്ടവരാണ്. തൊട്ടപ്പുറത്ത് ചിലരുടെ ഭൗതികമായ ചില അസ്ബാബുകളുണ്ട്, ചില തഖിയ്യകളുടെ ആളുകൾ. അതായത് അഹ്ലുസുന്നത്തിനെ തകർക്കുകയും സൊഫവി ഭരണകൂടം ലോകത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പേർഷ്യൻ ടീം, ഇറാൻ, അവരുടെ ചില കൈക്കളികൾ, അവരുടെ സംബന്ധക്കാരായ ഇഖ്വാനികളുടെ ചില കരങ്ങളുടെ അതിൻ്റെതായ ചില പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ചാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ പ്രതാപവും ആധിപത്യവും ഒക്കെ ദുനിയാവിൽ ഉമ്മത്ത് മുസ്ലിമയുടെ കയ്യിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അത് ചരിത്രം സാക്ഷിയാണ്.
ഇനി തന്നെ ആവർത്തിക്കും. ഹദീത്തുകൾ തെളിയിച്ചു കാണിക്കുന്നതാണ്. ഇൻ ബിയദിക്കൽ ഖൈർ, നിന്റെ കൈവശമത്രേ നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്ക് വാക്കതൊന്നുകൂടി പഠിക്കാൻ. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കണം എന്താ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്നാണ്. ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്നാണ്. ഇനി നിങ്ങൾ നേരെ വരും രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക്. 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ. ഞാൻ പറഞ്ഞൊരു രണ്ടാമത്തെ ആയത്ത്. ഈ സൂറത്ത് ഗാഫിറിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞെന്തറിയോ? 16-ാമത്തെ ആയത്തിൽ അവിടെ കാണാം, യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈഇ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പരലോകത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ദുനിയാവിനെ കുറിച്ചും കൂടിയാണ് ഇപ്പൊ പറയുന്ന. ആഖിറത്തെ കുറിച്ചാണ്. അവർ പുറത്തു വരുന്ന, വെളിക്ക് വരുന്ന ദിവസമാണത്. അതായത് അവർ അല്ലാഹു തആല മഹ്ശറിലേക്ക് കൊണ്ടുവരും. അവരെ സംബന്ധിച്ച് യാതൊരു കാര്യവും അള്ളാഹുവിന് ഗോപ്യമായിരിക്കൂല, മറിഞ്ഞിരിക്കൂല. എല്ലാം അള്ളാഹ്ക്ക് വ്യക്തമാണ്. രഹസ്യവും പരസ്യവും അള്ളാഹ്ക്ക് അറിയും. എന്നിട്ട് ചോദിക്കും അള്ളാഹ്, എല്ലാ അടിയാറുകളും മഹ്ശറിൽ ഒരുമിപ്പിച്ചിട്ട് അള്ളാഹ് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഈ ദിവസം ആർക്കാണ് അധികാരം? അള്ളാഹ് ഉത്തരം പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിനാണെന്ന്. നോക്കി നിങ്ങൾ, ഈ രണ്ടായത്തും അള്ളാഹുവിന്റെ മുലൂക്കിയത്തിന്റെ ഉദാഹരണമാണ്. ഇനിയുണ്ട് എത്ര നേരങ്ങൾ. സൂറത്ത് 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 111, 36-ാം അധ്യായം സൂറത്ത് യാസീന്റെ 83, അവിടെയൊക്കെ കാണാൻ സമാനമായ വാക്കുകൾ. ഞാൻ അത്രയും വിശാലമായിട്ട് പോവല്ല. എന്നിട്ട് ഇവിടെ ഇമാം സഅദി പറഞ്ഞതാ, മിൻ അളമതിഹി, അവന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, അൻബിയദിഹി മുൽക്കുൽ ആലമുൽ ഉൽവി വസ്സുഫ്ലി, വാനലോകത്തിന്റെ അധികാരവും, വസ്സുഫ്ലി, കീഴ്ലോകത്തിന്റെ ദുനിയാവിന്റെ അധികാരവും അവന്റെ പക്കലാണ്. അവന്റെ അളമത്തിൽപ്പെട്ടതാണ്, അവന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്. അതായത് രണ്ട് ലോകവും അടക്കി ഭരിക്കുന്നവനാണ് ആര്? അല്ലാഹു തആല. രണ്ട് ലോകവും, ഇരു ലോകത്തിന്റെ അധികാരമാണ്. 3 ആയത്ത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഞാൻ ചിലപ്പോൾ വായിക്കോളൂ. 5-ാം അധ്യായം സൂറത്ത് മാഇദ 40-ാമത്തെ ആയത്ത്, 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 2-ാമത്തെ ആയത്ത്, 7-ാം അധ്യായം സൂറത്തു അഅറാഫ് അതിന്റെ 158-ാമത്തെ ആയത്ത്. ഞാൻ ആദ്യം ഒന്ന് മാത്രം വായിക്കാം. എന്താണ്? സൂറത്ത് മാഇദ 40-ാമത്തെ ആയത്ത്. സൂറത്ത് മാഇദ 40-ാമത്തെ ആയത്ത്. അവിടെ എന്തല്ലോ അല്ലാഹു പറയാണ്, അല്ലാഹ് ചോദിക്കണം ഇങ്ങനെ, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി യുഅദ്ദിബു മൻ യശാഉ വയഗ്ഫിറു ലിമൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. ഈ ആയത്തിന്റെ തുടക്കത്തിൽ എന്താ? അലം തഅലം, നിനക്കറിഞ്ഞുകൂടെ? അന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു തആലയാണ്, മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണ്? അള്ളാഹുവിനാണ്. നോക്കി നിങ്ങൾ, അവിടെ കൃത്യമായിട്ട് അല്ലാഹു തആല പറയാണ്. അപ്പോ ഇമാം സഅദി പറഞ്ഞ ഓരോ വാക്കുകളും പ്രമാണങ്ങളുടെ, നസ്സുകളിൽ നുസൂസുകളുടെ അടിസ്ഥാനത്തിലാണ്. മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീർ എഴുതുക. ഇങ്ങനെ ഇരുന്നിട്ട്, പണ്ടൊരാളെ കുറിച്ച് പറഞ്ഞില്ല, മൂപ്പരിങ്ങനെ മുറുക്കാൻ തുപ്പിച്ച് അടുത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് പണ്ട് പത്രപ്രവർത്തനം നടത്തിയൊരു പരിചയമുണ്ട്. അങ്ങനെ മൂപ്പരൊരു ഗ്രന്ഥം എഴുതാൻ തുടങ്ങി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടുന്നു. എന്താ ഹദീസ്? യഖ്ബിദുല്ലാഹുൽ അർള വയത്വിസ് സമാവാതി ബിയമീനി ثم يقول أنا الملك أين ملوك الأرض متفق عليه. ഹദീസാണ്. എന്താണ്? അല്ലാഹു തആല ഭൂമിയെ പിടിക്കുകയും ആകാശങ്ങളെ തന്റെ വലങ്കൈയിൽ ചുരുട്ടുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹ് പറയും, ഞാനാണ് മലിക്. മലിക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ രാജാതിരാജ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ശുദ്ധ മലയാളത്താണ്, വേറൊരു ഭാഷ എനിക്ക് തോന്നുന്നില്ല. ഞാനാണ് മലിക്. ഭൂമിയിലെ രാജാക്കന്മാരെവിടെ?
അള്ളാഹ് ചോദിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ ഉണ്ടാകാൻ പോണ ഒരു സംഭവമാണ്. ഈ സംഗതി പറഞ്ഞിട്ട് പിന്നെ ഓതന ആയത്തെ തരങ്ങള്, ഓതനായത്ത് വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിന്റെ 67-ാമത്തെ ആയത്താണ്. 39-ാം അധ്യായം സൂറത്തു സുമർ 67-ാമത്തെ ആയത്ത്. എന്തായത്? وَنُفِخَ فِي الصُّورِ فَصَعِقَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ. ക്ഷമിക്കണം, 67 കേട്ടോ. وَمَا قَدَرُ اللَّهَ حَقَّ قَدْرِهِ وَالْأَرْضُ جَمِيعًا قَبْضَتُهُ يَوْمَ الْقِيَامَةِ وَالسَّمَاوَاتُ مَطْوِيَّاتٌ بِيَمِينِهِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. എന്നിട്ട് പറയാണ്, ഖിയാമത്തിന്റെ നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കുന്നവയുമായിരിക്കും. അവനെത്ര പരിശുദ്ധൻ, അവർ പങ്കു ചേർക്കുന്നതില്ലെന്നെല്ലാം അവൻ ഉന്നതനായി അതീതനായിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ നബി പറയണത്. അതേ ആയത്തിന്റെ സെയിം ആശയാണ് ഇവിടെ നബി പറയുന്നത്. രണ്ടും വഹിയാണ്. നബി അതന്നെ പറഞ്ഞത്. ആകാശങ്ങളെ ഭൂമിയെ പിടിക്കും, ആകാശത്തെ തന്റെ വലങ്കയിൽ ചുരുട്ടും, എന്നിട്ട് പറയും ഞാനാണ് മലിക്ക്. എവിടെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ? അതാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. അള്ളാഹ് ചോദിക്കുന്ന ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ അഹ്ലുസുന്നയുടെ ആദർശം അനുസരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അത്തരം ചർച്ചയിലേക്ക് പോയ കുറേ ടൈമുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കിയൊരു വാക്ക് പറയാം. ഇവിടെ അള്ളാഹ് പറഞ്ഞത് ഭൂമിയെ പിടിക്കുന്ന, ആകാശങ്ങളെ തന്റെ വലങ്കയിൽ ചുരുട്ടുന്നാണ്. അപ്പൊ അള്ളാഹ്ക്ക് എന്ത് പറയണം ഇവിടെ? വലങ്കൈ എന്ന് പറയാണ്. ചുരുട്ടിപ്പിടിക്കാൻ കൈയുണ്ടെന്ന് പറയാണ്. അതിനെങ്ങനെ നമ്മൾ വിശ്വസിക്കാം? അള്ളാഹിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ വിശ്വസിക്കും. തഅ്വീലില്ല, ഒരിക്കലും വ്യാഖ്യാനമല്ല എന്ന തഫ്സീറുണ്ട്. അതേസമയം എന്തില്ല? മുജസ്സിമത്തിന്റെ വാദല്ല, രൂപം നൽകൂല. ഞാൻ ഈ വലത്തെ കൈ കൊണ്ട് പിടിക്കുന്നപ്പോൾ എന്റെ കൈ ഇങ്ങനെ പോയപ്പോൾ ഞാൻ വേഗം വെച്ചതാണ്. കാരണം ഇപ്പോഴും പറയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ഒരു കള്ള ആരോപണം പറയാറുണ്ട് സാധാരണ. ഇബ്നു ബത്തൂഹയെ പോലുള്ള ചില നാടോടികൾ, അദ്ദേഹത്തെ കുറിച്ച് ചിലർ പറയാം നാടുതണ്ടികൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്ക് പോകല്ല. ഓല് പറയും മൂപ്പര് മിമ്പറുമെന്ന് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്നുണ്ട്, മിമ്പറുമെന്ന് 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി എന്ന് പറയും. എന്താ തെളിവ് എന്ന് വെച്ചാൽ മൂപ്പരെ തൊള്ള. കാരണം മൂപ്പര് ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ ഷെയ്ഖ് ജയിലിനകത്ത, പിന്നെ വരുന്നത് മരിച്ചിട്ടാണ്. എങ്ങനെ മരിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ആള് മിമ്പറുമെന്ന് ഇങ്ങനെ ഇറങ്ങി എന്ന് പറയാ? അടിച്ചു വിട്ടാ സൂഫിയാക്കൾ അടിച്ചു വിട്ടാണ്. അതേപോലത്തെ ഒരു സംഭവമാണത്. അള്ളാഹുവിന്റെ ഇങ്ങനെ അവയവങ്ങൾ എന്ന രീതിയിൽ പറയുമ്പോൾ ഇല്ല എന്ന് പറയണ്ട, അതിന് വ്യാഖ്യാനിക്കണ്ട, അതിന് രൂപം നൽകണ്ട. തംസീല്, തഹരീഫ്, തക്കീഫ് അങ്ങനെ പറഞ്ഞ കുറേ പദാവലികളുണ്ട്. അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ വിശാലമായിട്ട് പോയാൽ അത് എത്തൂല, മനസ്സിലാവൂല പെട്ടെന്നൊന്നും. അതുകൊണ്ട് ചുരുക്കി പറയാണ്, അള്ളാഹ് കള്ള് എന്തുണ്ടെന്ന് പറഞ്ഞോ അതങ്ങനെ തന്നെ വിശ്വസിക്കാം, അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിൽ. അല്ലാഹു അലം. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കണം. ഈ ലോകത്തിന്റെയും ആഖിറത്തിന്റെയും, ദുനിയാവിന്റെ ആഖിറത്തിന്റെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. അത് അവന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, ഉന്നതിയിൽപ്പെട്ടതാണ്, അളമത്തിൽപ്പെട്ടതാണ് എന്നാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു നാമം നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. അള്ളാന്റെ നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതെന്താ? അള്ളാഹു അൽ മലിക്കാണ്, അള്ളാഹു അൽ മാലിക്കാണ്, അള്ളാഹു അൽ മലീക്കാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ബോർഡും എഴുതി പഠിച്ച നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ക്ലാസ്സിലുള്ളത് മലിക്ക്, മാലിക്, അൽ മലീഖ്, ഇതിനൊക്കെ തെളിവുണ്ട്, എല്ലാറ്റിനും തെളിവുണ്ട്. ഇപ്പൊ മലിക്ക് എന്ന് പറഞ്ഞാൽ 59-ാം അധ്യായം 23-ാമത്തെ ആയത്ത്, 62-ാം അധ്യായം 1-ാമത്തെ ആയത്ത് രണ്ടിടത്തും വന്ന പദമാണ്. മാലിക് എന്ന് പറഞ്ഞ സൂറത്ത് ഫാത്തിഹയിൽ മാലികി യൗമിദ്ദീൻ, അതുപോലെ സൂറത്ത് ആലി ഇമ്രാൻ 26-ാമത്തെ ആയത്തിൽ കാണാം.
അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ളൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്, ഇന്ന അഖ്നഅ ഇസ്മിൻ ഇൻദല്ലാഹി റജുലുൻ തുസമ്മ മലിക്കൽ അംലാക് ലാ മാലിക ഇല്ലല്ലാഹ്. ഹദീസ് തന്നെ വന്നൊരു പദമാണ്. അതുപോലെ അൽ മലീക്, അള്ളാഹിനെ കുറിച്ച് അൽ മലീക് എന്ന് വന്നിട്ടുണ്ട്. 54 അധ്യായം അതിന്റെ 55-ാമത്തെ ആയത്ത്. 54 അധ്യായത്തിന്റെ 55-ാമത്തെ. അതൊന്ന് വായിക്കണം, നന്നാവും എനിക്ക് തോന്നാണ്. അതുകൊണ്ട് മാത്രം ഞാൻ വായിക്കാം. 54 അധ്യായം തന്നെ സൂറത്ത് ഖമറാണ്. സൂറത്ത് ഖമറിലെ 55-ാമത്തെ ആയത്താണ് അതിന്റെ അവസാനത്തെ ആയത്താണ്. ഫീ മഖഅദി സുദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ ശക്തനായ രാജാവിന്റെ അടുക്കൽ. അവിടെ പറഞ്ഞ പദം എന്താ? മലീക്ക് എന്നാണ്. മലീക്ക്. ഇത് നമുക്ക് സാധാരണഗതിയിൽ ഇതിൽ പ്രാർത്ഥനകളിൽ കാണാൻ പറ്റും. പ്രാർത്ഥനകൾ അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് എന്നിങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥന കാണാം. റബ്ബ കുല്ലി ഷൈഇൻ വ മലീക അവിടെയുണ്ട്. അപ്പോൾ ഇത് ഹദീസിലും എന്ത് ചെയ്തിട്ടുണ്ട്? അത് വന്നിട്ടുണ്ട്. ഇനി ഇമാം സഅദി പറഞ്ഞിടത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഉൽവി സുഫ്ലി, രണ്ട് ലോകത്തെ കുറിച്ച് പറഞ്ഞു, ഉൽവിയും സുഫ്ലിയും. ഫഹുവല്ലദീ ഖലഖഹ, ആ ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ്. ആ ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ്. എങ്ങനെ? ഉൽവി സുഫ്ലി എന്ന വ്യത്യാസമില്ലാതെ ആ ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ്. അതായത് ദുനിയാവ്, പരലോകം, അല്ലെങ്കിൽ കീഴ്ലോകം, ഉപരിലോകം എന്ന വ്യത്യാസമൊന്നുമില്ലാതെ രണ്ട് ലോകത്തെയും പടച്ചവൻ ആരാണ്? അള്ളാഹുവാണ്. അതാണ് ശൈഖ് പറഞ്ഞത്. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നൊരു വാക്കാണ്. എന്തറിയോ? നിസ്കാരത്തിന് തക്ബീർ ചൊല്ലിയിട്ട് നബി പറയുന്നൊരു വാക്കുണ്ട്. എന്തറിയോ? 3 പ്രാർത്ഥന പഠിപ്പിച്ച കൂട്ടത്തിലൊരു പ്രാർത്ഥനയിൽ എന്താ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ. അവിടെയും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ വാക്കത്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവന്റെ നേരെ എൻ്റെ മുഖത്ത് ഞാൻ തിരിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് ലോകത്തെയും പടച്ചവൻ ആരാണ്? അള്ളാഹു. അതാണ് ഉൽവി സുഫ്ലി. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് ഇമാം സഅദി പറയാണ്, വയതസറഫു ഫീഹി ബിമാ ശാഅ. ഇത് സാധാരണ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതിന് ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ ആരുടെയും പ്രിന്റർ ഉണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നല്ലതാണ്. അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ഈ ആപ്പൊക്കെ മൊബൈലിൽ തന്നെ കിട്ടാനുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ അതിങ്ങനെ നോക്കി വായിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് എന്തുണ്ടാവും? വായനയും ശരിയാവും, കുറച്ചും കൂടി നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനും പറ്റും. വയതസറഫു ഫീഹി ബിമാ ശാഅ. അള്ളാഹു അവൻ ഉദ്ദേശിച്ച പ്രകാരം അതിലവൻ കൈകാര്യം ചെയ്യുന്നതാണ്. വല്ലാത്ത വാക്കാണത്. അത് ആകാശത്തെയും ഭൂമിയെയും, ഈ രണ്ട് ലോകത്തെയും, അഥവാ ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ചവനുണ്ടല്ലോ, രണ്ട് ലോകവും, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിച്ച പ്രകാരം അതിലവൻ കൈകാര്യം ചെയ്യുന്നു. അള്ളാഹ്ക്ക് ആരുടെയും നിയന്ത്രണമില്ല എന്നർത്ഥം. അള്ളാഹുവിന് ആരുടെയും നിയന്ത്രണമില്ല. എല്ലാവരും അവന്റെ നിയന്ത്രണത്തിലാണ്. എത്രത്തോളം? ഫഅാലുൽ ലിമാ യുരീദ്. സൂറത്ത് ബുറൂജിലായത്താണ് 16-ാമത്തെ ആയത്ത്. താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് തികച്ചും പ്രവർത്തിക്കുന്നവനുമാണ് ആര്? അല്ലാഹു തആല. ഫഅാലുൽ ലിമാ യുരീദ്. അതായത് ഈ രണ്ട് ലോകത്തും ഉൽവി സുഫ്ലി, അത് ആകാശം ഭൂമി എന്നർത്ഥത്തിൽ പറഞ്ഞാലും പരലോകം ദുനിയാവ് എന്നർത്ഥത്തിൽ പറഞ്ഞാലും ശരി, രണ്ട് ലോകത്തും ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് ആര്? അല്ലാഹു തആല. അവന് ആരുടെയും നിയന്ത്രണമില്ല. എന്നിട്ട് ഇമാം സഅദി വരാണ് രണ്ട് കാര്യങ്ങൾ, 2 പോയിന്റുകൾ വരാണ്. ഒന്ന്, മിനൽ അഹ്കാമിൽ ഖദരിയ്യ. ഏതാണ് അവന്റെ വിധി? അവൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അവൻ ആരുടെയും നിയന്ത്രണമില്ലാതെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? മിനൽ അഹ്കാമിൽ ഖദരിയ്യ, അവന്റെ ഖദർപരമായിട്ടുള്ള വിധികൾ. അതായത് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അവൻ കണക്കാക്കുന്ന ചില വിധികൾ. മനസ്സിലായില്ല? ഞാൻ വ്യക്തമാക്കി തരാം. ചെറിയ കുട്ടികളുണ്ടല്ലോ, ഈ ലോകത്ത്, ഉദാഹരണത്തിന് ദുനിയാവിൽ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെ, എപ്പോൾ, ആരുടെ കയ്യാൽ, എത്രയൊക്കെ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കും കാര്യമൊക്കെ ആര് നിശ്ചയിച്ചിട്ടുണ്ട്? അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് മിനൽ അഹ്കാമിൽ ഖദരിയ്യ, ഖദരിയായ വിധികൾ. എത്രത്തോളം? അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫഖദ്ദറഹു തഖ്ദീറ. സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിലെ 2-ാമത്തെ ആയത്ത്. ഫഖദ്ദറഹു
ഖദ്ദറഹു തഖ്ദീറ, അതിനെ അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാറ്റിൻ്റെയും കൈകാര്യകർത്തൃത്വം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അതാണ് മിനൽ അഹ്കാമിൽ ഖദരിയ. ഇനി രണ്ടാമത്തെ വിധി എന്താണ്? വൽ അഹ്കാമുദ്ദീനിയ, മതപരമായ വിധികൾ, ദീനിയായ വിധികൾ. അതായത് മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നതും ആര് കണക്കാക്കിയിട്ടുണ്ട്? അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം സഅദി പറയാണ്, അത്താബിഅതു ലിഹിക്മതിഹി, അവന്റെ ഹിക്മത്തിനെ പിന്തുടർന്ന് വരുന്നതാണ്. അതായത് അവന്റെ ഹിക്മത്തുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ആരാണ്? ഹക്കീമാണ്. അവന്റെ പ്രവർത്തനങ്ങളെല്ലാം ഹിക്മത്തുള്ളതാണ്. ആ ഹിക്മത്തിന് വിധേയമായി കൊണ്ടാണ് അവന്റെ എല്ലാ അഹ്കാമുകളും ഉണ്ടാകുന്നത്. എനിക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ചാൽ, അള്ളാഹു ആരാണ്? അള്ളാഹു ആരാണ്? ഹക്കീമാണ്. അള്ളാഹു ഹക്കീമാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം എന്തുള്ളതാണ്? ഹിക്മത്തുള്ളതാണ്. എല്ലാറ്റിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. അതാർക്കും അറിയുള്ളൂ? ഓന് മാത്രമേ അറിയുള്ളൂ. എത്ര വെച്ചാൽ ആ ഹിക്മത്തിന് വിധേയമായിക്കൊണ്ടാണ് അവന്റെ എല്ലാ അഹ്കാമുകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് കട്ടവന്റെ കൈ ഈ അറ്റത്തുനിന്ന് വെട്ടണം? അള്ളാഹ്ക്ക് ഹിക്മത്തുണ്ട്. എന്തുകൊണ്ട് വ്യഭിചാരി അയാൾ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം? അള്ളാന്റെ ആ അഹ്കാം അള്ളാഹ് ഉണ്ടാക്കിയത് ഓന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് എന്നിട്ട് ദീനിയായ ഒരുപാട് ഹുദൂദുകൾ എല്ലാം എന്തുകൊണ്ട്? അത് അള്ളാന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് എന്ത്? വൽ അഹ്കാമുദ്ദീനിയ. എത്രത്തോളം വെച്ചാല് ഇത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷേ അവൻ ഇഷ്ടപ്രകാരം ചെയ്യുന്നു എന്നതാണ്. അള്ളാന്റെ മതപരമായ അള്ളാന്റെ വിധികളൊക്കെ അവൻ എന്ത് ചെയ്യുന്നതാണ്? അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ അള്ളാന്റെ ഖുർആനിൽ എമ്പാടും തെളിവുണ്ട്. സൂറത്ത് റഅദ് 13-ാം അധ്യായം 41-ാമത്തെ ആയത്ത്, 28-ാം അധ്യായം സൂറത്ത് ഖസസ് 70-ാമത്തെ ആയത്ത്, 7-ാം അധ്യായം സൂറത്ത് അറാഫ് 54-ാമത്തെ ആയത്ത്. ഓരോന്നും വായിച്ചു പോകാൻ നമുക്ക് സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വഹുവ, അവൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നേരത്തെ പറഞ്ഞതിനെ മുഴുവനും അരക്കെട്ടുറപ്പിക്കുന്നൊരു വാക്കാണ്. അതായത് അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ വമിൻ അളമതിഹി, അവന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് കമാലു ഖുദ്റതിഹി, അവന്റെ പൂർണ്ണ കഴിവ്. അല്ലതി യഖ്ദിറു ബിഹാ, അതുകൊണ്ട് അവന് സാധിക്കുന്നു എന്ത്? അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ മേലും എന്ത് ചെയ്യാനുമുള്ള കഴിവ് അവനുണ്ട്. എല്ലാ വസ്തുക്കളുടെ മേലും എന്ത് ചെയ്യാനുള്ള കഴിവായിരിക്കുന്നുണ്ട്? അള്ളാഹുവിനുണ്ട് എന്നാണ്. എന്തുകൊണ്ട് വെച്ചാൽ അള്ളാഹ് മാത്രമാണ് ആര്? ഖാലിഖും മാലിക്കും മുദബ്ബിറും ആരാണ്? അള്ളയാണ്, വേറെ ആരുമില്ല. അള്ളാഹ് മാത്രമാണ് ഖാലിഖും മാലിക്കും മുദബ്ബിറും. അതുകൊണ്ട് തന്നെ അവനെന്തുണ്ട്? പൂർണ്ണ കഴിവുണ്ട്. ആ കഴിവ് കൊണ്ട് അവന് സാധിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളുടെ മേലും അവനെന്തുണ്ട്? സ്വാധീനമുണ്ട്. ഖദീർ എന്ന് പറഞ്ഞാൽ അതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതും ഒരുപാട് സ്ഥലത്ത് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാല് 57-ാമത്തെ അധ്യായം സൂറത്ത് ഹദീദിന്റെ 3-ാമത്തെ ആയത്തിൽ കാണാം എന്ത്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ അവ്വലാണ്, ആഖിറാണ്, ലാഹിറാണ്, ബാത്തിനാണ്. മലയാളത്തിൽ തർജ്ജമ നടത്തി പറഞ്ഞാല് കുറച്ച് പ്രയാസം ഉണ്ടെന്നാലും പറയാം, അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ സർവ്വകാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. കാരണം അവനാണ് ആര്? ഖാലിഖ്, മാലിക്, റാസിഖ്, മുദബ്ബിർ, അവനാണ്. ഇത് ഒരൽപ്പം വിശദീകരിച്ചിട്ട് വന്നിട്ടുണ്ട് അവിടെ ഹദീസിൽ. ഇതേ പദം, ഏത് പദം? ഞാനിപ്പോ പറഞ്ഞ പദം നമ്മള് വൈകുന്നേരങ്ങളിൽ ചൊല്ലുന്ന അദ്കാറുകൾ, ക്ഷമിക്കണം, രാത്രി കിടക്കാൻ പോകുമ്പോൾ ചൊല്ലുന്ന അദ്കാറിൽ കാണാം അല്ലാഹുമ്മ റബ്ബസ് സമാവാത്ത് വറബ്ബൽ അർള് വറബ്ബൽ അർശിൽ അളീം. അപ്പൊ നോക്കിങ്ങള്, ആകാശത്തിന്റെയും ഭൂമിന്റെയും അർശിന്റെയും റബ്ബാണ് അവൻ. റബ്ബനാ വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവാ വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ
എന്നിങ്ങനെ പറഞ്ഞിട്ട് കാണാം. എന്ത്? എല്ലാ വസ്തുക്കളുടെയും റബ്ബും, ഞങ്ങളുടെ റബ്ബും മുഴുവൻ വസ്തുക്കളുടെയും റബ്ബും, ധാന്യവും വിത്തും മുളപ്പിച്ച് വളർത്തുന്നവനും തൗറാത്തും ഇഞ്ചിയിലും ഖുർആനും അവതരിപ്പിച്ചവനുമായ അല്ലാഹുവേ, അഊദു ബിക മിൻ ശർരി കുല്ലി ശൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. നീ നാസിയത്ത് പിടിച്ചിരിക്കണം. നാസിയത്ത് പറഞ്ഞാൽ ശരിക്ക് മലയാളത്തിൽ അർത്ഥം കൊടുക്കല് മൂർധാവ് എന്നാണ്. ശരിക്ക് മുഖദ്ദമത്തു റഅസ് എന്നാണ്. മൂർധാവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മേലക്കല്ല വരിക. മുഖദ്ദമത്തു റഅസ് ഇവിടെ തലയുടെ മുൻഭാഗം. മറ്റേത് കുടുംബം എന്നൊക്കെ ചിലർ അർത്ഥം കൊടുക്കലുണ്ട്. കുറച്ച് ഏറ്റവും നല്ല പദം അതാണ് മുഖദ്ദമത്തു റഅസ്. തഫ്സീറിൽ വന്ന് അങ്ങനെ ഈ മൂർധാവ് പിടിച്ചിരിക്കുന്ന, കടിഞ്ഞാനിടുന്ന എല്ലാ വസ്തുക്കളുടെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷ തേടുന്നു. എന്നിട്ട് പറഞ്ഞ വാക്കുണ്ടെന്നറിയോ? അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബലക ശൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ ഇഖ്ളി അന്ന ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ. എന്താ പറയണത്? അല്ലാഹുവേ, നീ ആദ്യമേ ഉള്ളവനാണ്, നിനക്ക് മുമ്പൊന്നുമില്ല. അള്ളാഹിനെ കുറിച്ച് പറയാം, അവൻ അവ്വലാണെന്ന് പറയാം. കാരണം അള്ളാഹ്ക്ക് മുമ്പ് എന്തില്ല? ഒന്നുമില്ല. അപ്പൊ നമ്മള് പണ്ട് മദ്രസയിൽ പഠിച്ചില്ലേ, അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. ഓർമ്മയുണ്ടോ? പണ്ട് പഠിച്ച് 3-ലൊക്കെ പഠിച്ച് അല്ലെ? ഖദീം. ഈ അഖീദത്തു ത്വഹാവിയിൽ പോലും വന്നൊരു പദാണ് ഖദീം. അത് ഖദീം എന്ന് പറയാൻ കാരണം വെച്ചാൽ അള്ളാഹ് പണ്ടൊക്കെ പണ്ടേ ഉള്ളവനാന്ന് പറയാനാണ്. ശരിക്കും ആ പദം ഇങ്ങനെ വന്ന പദങ്ങളിൽ പെട്ടതല്ല, അത് പിന്നീട് വന്നതാണ്. അത് ഒരിക്കലും അതിനൊരു എന്താ പറയാ, നബിയോ സഹാബത്തൊന്നും ഉപയോഗിച്ചൊരു പദമല്ല. അള്ളാന്റെ കിതാബിലും റസൂലുള്ളാന്റെ സുന്നത്തിലും വന്ന പദം എന്താ? അവ്വൽ എന്നാണ്. അല്ലാഹുമ്മ അൻതൽ അവ്വലു കണ്ടോ, ഫലൈസ ഖബലക ശൈഉൻ. നീയാണ് ആദ്യമേ ഉള്ളവൻ, നിനക്ക് മുമ്പെന്തില്ല? ഒന്നുമില്ല. അപ്പോ അള്ളാണ് ആദ്യത്തവൻ. ഇനിയോ ശേഷമുള്ളവനും നീയാണ്. വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. നിന്നെക്കാൾ ശേഷിക്കുന്നതൊന്നുമില്ല. നീ അല്ലാഹിറാണ്, നിന്നെക്കാൾ മുകളിലൊന്നുമില്ല. നീ അൽ ബാത്തിനാണ്, നിന്നെക്കാൾ അടുപ്പമൊന്നുമില്ല എന്നാണ്. എന്നിട്ട് പിന്നെ പറയണത്, നീ ഞങ്ങളുടെ കടം വീട്ടുകയും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നകറ്റി ഞങ്ങൾക്ക് ക്ഷേമം നൽകുകയും ചെയ്യണമേ എന്നാണ്. ഏറ്റവും ഹൃദ്യമായ ഒരു വാക്കാണ്. ഇവിടെ ഇത് നമ്മളെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അതിൻ്റെ കമാലു ഖുദ്റത്തിഹി എന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇമാം സഅദി അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, വബിഹാ ഔജദ മാ ഔജദ മിനൽ മഖ്ലൂഖാത്തിൽ അളീമ. അള്ളാന്റെ ആ കഴിവ് കൊണ്ടാണ് മഹത്തായ സൃഷ്ടികളെ അവൻ എത്തിച്ചു നൽകിയത്. അതായത് ഇവിടെ അപ്രത്യക്ഷത്തിൽ അങ്ങനെ പറഞ്ഞാൽ ഔജദ മാ ഔജദ എന്ന് പറഞ്ഞാൽ അവനുണ്ടാക്കിയതിനെയൊക്കെ അവനുണ്ടാക്കിയത് മഹത്തരമായ അവന്റെ സൃഷ്ടിജാലങ്ങളെ ഒക്കെ അവനുണ്ടാക്കിയത് അവന്റെ ഈ ഒരു ഖുദ്റത്ത് കൊണ്ടാണെന്നാണ്. ഔജദമ ഔജദ അങ്ങനെ പറഞ്ഞ ഔജദ എന്ന് പറഞ്ഞ എന്താ നിങ്ങള്? പ്രത്യക്ഷത്തിൽ നിന്ന് അപ്രത്യക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാ? ഔജദ എന്ന് പറയാം. ഇവിടെ ഇമാം സഅദി ഉപയോഗിച്ച പദാണ് വബിഹാ ഔജദമ ഔജദ മിനൽ മഖ്ലൂഖാത്തിൽ അളീമ. ആ ഒരു കഴിവ് കൊണ്ടാണ്, അല്ലാഹ് ഖദീർ എന്ന് പറഞ്ഞല്ലോ, ആ കഴിവ് കൊണ്ടാണ് മഹത്തായ സൃഷ്ടികൾ അവൻ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഏതാ സൃഷ്ടികൾ? ഉദാഹരണം കസ്സമാവാതി വൽ അർദ്. കാരണം നമ്മൾ തുടക്കത്തിൽ എന്താ പഠിച്ച്? തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒക്കെ പറഞ്ഞപ്പോ നമ്മള് ഉൽവിയും സുഫലിയും പറഞ്ഞല്ലേ, അതിന് ഈ അർത്ഥത്തിലാണ്, അതായത് ആകാശം ഭൂമി എന്ന അർത്ഥത്തിലാണ് അതിന് മാന വന്നതെങ്കിൽ പോലും കറക്റ്റാണ്. കസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പോലെ. ആകാശഭൂമികളൊക്കെ അതിൽപ്പെട്ടതാണ്. എന്ത്? അള്ളാഹ് കൊണ്ടുവന്നതാണ്. അപ്രത്യക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷത്തിലേക്ക്. നിങ്ങളാലോചിക്ക്, ആകാശം മുമ്പുണ്ടായിരുന്നോ? ഇല്ല. ഭൂമി മുമ്പുണ്ടായിരുന്നോ? ഇല്ല. ഇതാര പഠിച്ചത്? അള്ളാഹു തആല പഠിച്ചതാണ്. അതാണ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ അവന്റെ മഖ്ലൂഖാത്തിൽപ്പെട്ടതാണ് എന്നർത്ഥം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ
أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله പ്രിയമുള്ളവരെ, അപ്പൊ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, രാജാധിപത്യം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹമുടയവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നമ്മൾ ഈ പറഞ്ഞ വാക്കാണ് ഇമാം സഅദിയുടെ തഫ്സീർ അനുസരിച്ച് പറഞ്ഞത്. എന്താണ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ? അതായത് വമിൻ അളമത്തിഹി കമാലു ഖുദ്റത്തിഹി അല്ലത്തി യഖ്ദിറു ബിഹാ അലാ കുല്ലി ഷൈഇൻ وبها أوجد ما أوجد من المخلوقات العظيمة كالسماوات والأرض. അതായത് അവന്റെ അളമത്തിൽ, മഹത്വത്തിൽപ്പെട്ടതാണ് അവന്റെ പൂർണ്ണമായ കഴിവ്. അതുകൊണ്ട് അവന് സാധിക്കുന്നു എന്ത്? എല്ലാ വസ്തുക്കളുടെ മേലും എന്ത് ചെയ്യാനുമുള്ള കഴിവ് അവനുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ വബിഹ ഔജദ മാ ഔജദ മിനൽ മഖ്ലൂഖാത്തിൽ അളീമ, ആ കഴിവ് കൊണ്ടാണ് മഹത്തായ സൃഷ്ടികളെ അവൻ കൊണ്ടുവന്നത്. ഔജദമ ഔജദ എന്ന് പറഞ്ഞാൽ അവനുണ്ടാക്കിയതൊക്കെ അവനുണ്ടാക്കിയത്. എത്ര തരം സൃഷ്ടികളെയാണ് അള്ളാഹു താല ഉണ്ടാക്കിയത്? അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് പോലും അറിയാത്തത്ര കണ്ടെടുക്കപ്പെട്ട ജീവജാലങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ ഇനിയും ബാക്കിയാണ്. കണ്ടെടുക്കാൻ മാത്രം വിശാലമാണ്. മനുഷ്യർ കണ്ടെത്തിയത് തന്നെ എത്രയോ 6000 അല്ലെങ്കിൽ 6 ലക്ഷം ജീവജാലങ്ങളെ കുറിച്ച് പറയാറുണ്ട്. കുറെ മുമ്പത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതിനപ്പുറത്തേക്ക് ജീവജാലങ്ങൾ മനുഷ്യരിങ്ങനെ ഓരോ ഇയറിലും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇമാം സഅദി പറഞ്ഞ വാക്കെന്താ വെച്ചാല്, അള്ളാന്റെ ആ ഖദീർ, ആ കഴിവ് കൊണ്ടാണ് മഹത്തായ സൃഷ്ടികൾ അവൻ കൊണ്ടുവന്നത്. എങ്ങനെ? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്മയിലേക്ക്, അതായത് അപ്രത്യക്ഷത്തിൽ നിന്ന്. മുമ്പ് അങ്ങനൊന്നുമില്ല, അവിടുന്ന് അള്ളാഹു തആല അതിനെ കൊണ്ടുവരാണ്. ഉദാഹരണം കസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പോലെ. ആകാശഭൂമികളൊക്കെ അതിലുള്ള ജീവജാലങ്ങളെല്ലാം ഏതെല്ലാം സൃഷ്ടി വൈഭവങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു തആല എന്താണ് പിന്നീട് കൊണ്ടുവന്നത്. മനുഷ്യരടക്കം സൂറത്ത് ഇൻസാനിൽ കാണാലോ അല്ലെ? ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവൻ അള്ളാഹു തആല കൊണ്ടുവരാൻ. നബി അടക്കം എല്ലാറ്റിനെയും അള്ളാഹു തആല എന്ത് ചെയ്യാണ്? കൊണ്ടുവരാൻ. ഇതൊക്കെ അവന്റെ മഹത്തായ മഖ്ലൂഖാത്തിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ട എന്തെല്ലാം സംഗതികൾ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെയും അവന്റെ ഹിക്മത്തിന്റെ ഭാഗമായി അവൻ ചെയ്തിട്ടുള്ളതാണ്. അവന്റെ ഖുദ്റത്തിന്റെ ഭാഗമായി അവൻ ചെയ്തിട്ടുള്ളതാണ്. വല്ലാഹു തആല അഅലം. എനിക്ക് തോന്നണം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നൊരു സംശയം. നിങ്ങൾ ഈ ക്ലാസ് ഒന്നും കൂടി ആവർത്തിച്ച് കേട്ടാൽ മതിയാവും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ബാക്കിയപ്പോൾ ഇൻഷാല്ലാഹ് ക്ലിയർ ചെയ്യാം. ഈ പഠിച്ച ഒരായത്ത് നിന്ന് കിട്ടുന്ന ചില ഫവായിദുകളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഒന്ന് മലിക്കാണ്, മാലിക്കാണ്, അൽ മലീക്കാണ്. പിന്നെ ഇവിടെ പഠിച്ചെന്താണ്? ഖദീർ. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖദീർ ഉണ്ട്, അൽ ഖാദിറും ഉണ്ട്. അപ്പൊ എത്ര നാമായി? 5 നാമങ്ങളാണ്. മലിക്, മാലിക്, അൽ മലീക്, ഖാദിർ,
ഖദീർ. 5 നാമങ്ങളാണ്. രണ്ടാമത്തെ ഫായിദ, അവന്റെ അളമത്തിൽ, അള്ളാഹുവിന്റെ ബഹുമതിയിൽ, ഉന്നതിയിൽ പെട്ടതാണ് എന്തൊക്കെ? ലോകത്തിന്റെ അധികാരം. കാരണം സ്രഷ്ടാവാരാണ്? അവനാണ്. ആകാശം ഭൂമിയൊക്കെ ആരുടേതാണ്? അള്ളാന്റേതാണ്. ദുനിയാവ് ആഖിറ ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അവൻ ഉദ്ദേശിച്ച പ്രകാരം അവൻ പ്രവർത്തിക്കുന്നു എന്നതും അവന്റെ അളമത്തിൽപ്പെട്ടതാണ്. മനുഷ്യർക്ക് അങ്ങനെ ഒരു സ്വേച്ഛാധികാരമല്ല. അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് എന്ത്? അവൻ ഇഷ്ടപ്പെട്ടതുപോലെ അവൻ പ്രവർത്തിക്കുന്നു എന്നത്. അതെങ്ങനെയാണ്? ഖദറുപരമായതും മതപരമായ വിധികൾ, ഖദറുപരമായതും മതപരവുമായ വിധികൾ. അതാണ് ഇമാം സഅദി പറഞ്ഞത്, മിനൽ അഹ്കാമിൽ ഖദരിയ വൽ അഹ്കാമുദ്ദീനിയ. ഈ 2 നിലക്കുമുള്ള വിധികൾ അവന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അവന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. ആ ഹിക്മത്തിന് വിധേയമായി കൊണ്ടാണ് അല്ലാഹു തആല അഹ്കാമുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞെന്താ? അഹ്കാമുകൾ ഉണ്ടാക്കുന്നത് ആ ഹിക്മത്തിന് വിധേയമായി കൊണ്ടാണ്. ഇതും അവന്റെ അളമത്തിൽപ്പെട്ടതാണ്. കൂടാതെ അവന്റെ അളമത്തിൽപ്പെട്ടതാണ്, അഥവാ അവന്റെ ബഹുമാന്യ ഉന്നതിയിൽ, അവന്റെ ഈ എന്താ പറയാ, നമ്മൾ പറയില്ല മഹത്തായ ആ അവസ്ഥ എന്ന് പറയില്ല, അതിന് അളമത്ത് എന്നറിയാം. അള്ളാന്റെ ഉന്നതി അതിൽപ്പെട്ട മഹത്വം കുറച്ചു നല്ല പദതാണ്. അള്ളാന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്. എന്തറിയോ? പൂർണ്ണ കഴിവുള്ളവനാണവനാണ്. ലോകത്തൊരാൾക്കും അങ്ങനെ എന്തില്ല, പൂർണ്ണ കഴിവില്ല. കാരണം അവനാരാണ്? ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്, റാസിഖാണ്. പൂർണ്ണ കഴിവ് അവൻ്റെതാണ്. അതുപോലെ അള്ളാഹുവിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ് മഹത്തായ സൃഷ്ടികൾ അവൻ കൊണ്ടുവന്നു എന്നത്. ഉദാഹരണം ആകാശഭൂമികളെ പോലെ. ഒരായത്തില് അത് കാണാൻ പറ്റും. എത്രത്തോളം വെച്ചാൽ ആകാശഭൂമികൾ മാത്രമല്ല, അർശടക്കം. കാരണം ആകാശത്തെക്കാളും ഭൂമികളെക്കാളും വലിപ്പമുള്ളതാണെന്ത്? കുർസി. ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വലിപ്പമുള്ള കുർസിയെക്കാളും വലിപ്പമുള്ളതാണെന്ത്? അർശ്. അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതേതാ? അർശ. ആ അർശിന്റെ മീതെയാണ് ഫൗഖൽ അർശ്. അയിനല്ലാന്ന് വെച്ചാൽ ഫൗഖൽ അർശ്. അതാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതും പഠിക്കണ കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ? ആകാശഭൂമികൾ മുഴുവനും എടുത്തു നോക്കിയാൽ കുർസിയുടെ മുന്നിൽ എന്താണ്? ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട ഒരു വളയം പോലെയാണ്. അത്ര ചെറുതാണ് കുർസിയുടെ മുന്നിൽ. ഈ കുർസി അർശിനോട് തുലനപ്പെടുത്തിയാൽ ഇതേപോലെ നബി പറഞ്ഞത്, ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ വളയം കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടാവും? അത്രയും വിശാലാണ് അർശ്, അത്ര ചെറുതാണ് എന്ത്? കുർസി. അത്ര വിശാലാണ് കുർസി, അത്ര ചെറുതാണ് ആകാശഭൂമികൾ. ആ ഭൂമിയിൽ വിശാലമായ രാജ്യങ്ങൾക്കിടയിൽ ഒരു രാജ്യം, ആ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു അട്ട കടക്കണത് പോലത്തെ ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് ഒരു വലിയ ജില്ല. ആ ജില്ലയുടെ വിശാലമായ പ്രദേശങ്ങളിൽപ്പെട്ട ഒരു ചെറിയ പ്രദേശത്ത് ഞാനുങ്ങളും. അവിടെ തന്നെ ധാരാളക്കണക്കിന് വീടുകളുടെ കൂട്ടത്തിൽ ഒരു വീട്ടിലാണ് ഞാനുമുള്ളത്. അവിടെ നിന്ന് ആലോചിച്ചൊക്കെ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വനാലേക്കാണ്. അതൊന്നുമില്ല. ഇതിലും വലിയൊരു മന്ദപ്പൻ ലോകത്ത് പറയലുണ്ടാവും. ആലോചിച്ചൊക്കെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മഹത്വവും മഹോന്നതിയൊക്കെ മനസ്സിലാക്കാൻ ഒന്നിങ്ങനെ ഇവിടുന്ന് മേലക്കോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടോ കൊടുന്ന് നോക്കിയാൽ മതി. ഇത്ര മതി. ഞാൻ അവസാനിപ്പിക്കാം. ഇനി അതിൻ്റെ അടുത്ത ആയത്തും അതിനോടനുബന്ധമായ തഫ്സീറുകളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഈ ഷെയ്ഖ് സഅദി ഇമാമിൻ്റെ തഫ്സീർ ഒന്ന് കോപ്പി എടുത്ത് കിട്ടിയാൽ എല്ലാവർക്കും ഹൈറേ. അതല്ലെങ്കിൽ മൊബൈൽ തന്നെ കിട്ടാനുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് എല്ലാവർക്കും ഫിറ്റ് ആയിക്കൊള്ളുന്നില്ല. നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير.
الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ما شاء الله، بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس: سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.